ഇതാണ്ടോ ഞാൻ വെന്തയം വറുത്ത്, വെന്തയം കുറേ സംഭവങ്ങളുണ്ട്, അരി, ഗോതമ്പ്, അങ്ങനെ കുറേ വെന്തയിട്ട് പറയും. അപ്പം ഞാനത് വറുത്ത് ഇപ്പോൾ മിക്സിയിൽ പൊടിച്ച് ഇതപ്പോൾ ഈ സംഭവം ചെയ്ത് വിരകി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ മുദ്ദയാക്കണ്ടേ? മുദ്ദയെന്നും പറഞ്ഞാൽ നമ്മളതിനെ വിരകിയതിനെ ഉണ്ടയാക്കണം. അപ്പം എല്ലാവർക്കും അറിയാം, മലയാളീസും തൊട്ടിട്ട് ഹിന്ദിക്കാരും തൊട്ടിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്കിപ്പോൾ അത് ചൂടുള്ളതും കൊണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു സൂത്രമല്ല, എല്ലാവരും ചെയ്യണം തന്നെ. അപ്പോൾ ഇതൊരു വെന്തയിട്ട് തിന്നണം എന്നങ്ങോട്ട് തോന്നി, അപ്പോൾ ചെയ്തു. ഇപ്പോൾ അതിൽ കോരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇതുണ്ടോ, കാണുന്നുണ്ടോ? ഇതിനിപ്പോൾ റൗണ്ടാക്കിയിട്ട് ഉണ്ടയാക്കണം. അപ്പോൾ അതിനൊരു വഴി ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതിനിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വയ്യ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതാണ്ടോ, ഉണ്ടയായി. ഇതിപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ടായില്ലേ? അപ്പോൾ ഈ റൗണ്ടിന് ഇനി കുറച്ചും കൂടി ഭംഗി വരുത്താം. ഭംഗിയാകുമ്പോൾ ഭംഗിയായിട്ട് തിന്നാൻ നല്ല രസം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആക്കി, ഇതിലിപ്പോൾ നടുക്കിലൊരു ഓട്ടയെന്ന് വെച്ചാൽ നെയ്യ് ഒഴിക്കാനായിട്ടുള്ളൊരു സംഭവം. ഇങ്ങനെ ആക്കണം. ആ ചൂട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിനൊരു പ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിൽ നടുക്കിൽ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കണം. ഒരു മിനിറ്റ്. ഓക്കെ, നൈഡബി. നൈഡബി കൊടുന്നു. ഇതാ ഈ സംഭവത്തിന് ഇവിടെ ഇങ്ങനെ വെച്ചു. ഇതുണ്ടോ, അതിൽ ഇങ്ങനെ നെയ്യ് എടുത്തിട്ട് ഇതിലിങ്ങനെ കട്ടായി പോയിരിക്കും. ഉരുക്കണമായിരുന്നു, ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഒഴിച്ച് വെച്ചിട്ട്, അപ്പോൾ ഇത് ചൂടായിട്ടുള്ളത് കൊണ്ട് ഈ സംഭവം വേണ്ടോ. ഇതിലിപ്പോൾ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ചൂടായിട്ടുള്ളത് കൊണ്ട് ഈ സംഭവത്തിന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ നെയ്യമേൻ തൊട്ടിട്ട് ഇനി കഴിക്കണം. ഇങ്ങനെ കഴിക്കുക. സൂപ്പർ. ഇച്ചിരി മധുരം ഇടണം. എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ മധുരം ഇടത്തില്ല. അപ്പം അതിങ്ങനെ കഴിച്ച് നെയ്യിലിങ്ങനെ തൊട്ട് കഴിക്കുമ്പോൾ അടിപൊളി.